ശ്രീ ശ്യാംകുമാർ, ഈ വിദ്വേഷ പ്രസംഗങ്ങൾ എന്നത് യാദൃശ്ചികമായ ഒന്നല്ല. ഇത് വളരെ പ്ലാൻഡായി ഓരോ ഘട്ടത്തിലുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്നതാണ്. ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ പറിച്ചു നടുമ്പോൾ അതെങ്ങനെ വിദ്വേഷമാകുമെന്നാണ് BJP നേതാവ് ചോദിക്കുന്നത്. അത് യുക്തിപരമായി ശരിയാണെന്ന് തോന്നുന്നു, ആണോ? ഒട്ടും ശരിയായിട്ടുള്ളൊരു നിരീക്ഷണമല്ല. ഞാൻ കരുതുന്നത് ഈ വിദ്വേഷ പ്രചരണം പുതുതായിട്ടുള്ളൊരു കാര്യവുമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വാചകം അതിലേക്ക് ഞാൻ ഉദ്ധരിക്കും. BJP നേതാവായ സുരേഷ് സോണി അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അത് ഞാൻ ആ വാചകം കൂടെ കോട്ട് ചെയ്യാം. ദലിതരുടെ ഉത്ഭവം സംഭവിച്ചത് തുർക്കികൾ, മുസ്ലിങ്ങൾ, മുഗളർ എന്നിവരുടെ കാലഘട്ടത്തിലായിരുന്നു. മധ്യകാലഘട്ടത്തിലോ ഇസ്ലാമിക കാലഘട്ടത്തിലോ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും എതിരായ അതിക്രമങ്ങളുടെ ഫലമായാണ് ഇന്നത്തെ വാൽമീകി, സുദർശൻ, മജാബി, സിഖുകാരും അവരുടെ 624 ഉപജാതികളും നിലവിലാണ്. എന്താണ് BJP നേതാവായ സുരേഷ് സോണിയുടെ ഈ ചിന്താഗതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, ദളിതർക്കും ആദിവാസികൾക്കും എതിരായിട്ട് ഇവരുടെ ഈ വിദ്വേഷ പ്രസംഗം തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികളുടെ വിദ്വേഷ പ്രസംഗങ്ങളുടെ വേര് കിടക്കുന്നത് ഇന്ത്യയിലെ ചാതുർവർണ്ണ വ്യവസ്ഥയിലും പദനിബന്ധമായ ബ്രാഹ്മണിക മൂല്യ വ്യവസ്ഥയിലുമാണ് എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് കേരളത്തിലെ മോഹൻ ഭാഗവത് വന്നപ്പോൾ അദ്ദേഹം ഒരു പരാമർശം നടത്തി. ആ പരാമർശം നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു പരാമർശം. അദ്ദേഹം നടത്തിയ പരാമർശം ഇന്ത്യക്കാരെല്ലാവരും പരമ്പരാഗത വസ്ത്രം ധരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പരമ്പരാഗത വസ്ത്രം ധരിക്കണം. എന്താണ് ഈ പരമ്പരാഗത വസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരമ്പരാഗത വസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു ചരിത്ര ഭൂതകാലത്തില് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത്? ശരിയായ ആത്മാഭിമാനമുള്ള വസ്ത്രം ധരിക്കാൻ ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും ബഹുജനങ്ങൾക്കും കഴിയുമായിരുന്നു. അപ്പൊ ആത്മാഭിമാനമുള്ള വസ്ത്രം ധരിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. തന്നെയല്ല, എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരേന്ത്യയിൽ നോക്കിയാൽ അറിയാം. വിവാഹത്തിന് നവവരന് കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് മീശ വെക്കാൻ കഴിയില്ല, നവവരന് തലയെക്കെട്ടോ അല്ലെങ്കിൽ തലയിൽ തൊപ്പി വെച്ച് ധരിക്കാൻ കഴിയില്ല. അപ്പൊ ആത്മാഭിമാനത്തോടെ ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും ബഹുജനങ്ങളും ഒക്കെ തന്നെ അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള വസ്ത്രം ധരിച്ച് ഇന്ത്യയുടെ ബ്രാഹ്മണിക മൂല്യ വ്യവസ്ഥകൾക്കെതിരായിട്ട് സഞ്ചരിക്കുന്നു. ഇന്ത്യൻ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് കുറുകെ അവർ സഞ്ചരിക്കുന്നു, അതിനെ മറികടക്കുന്നു എന്ന ആദ്യപൂണ്ടത്താണ് ഇന്ത്യയിലുള്ളവർ പരമ്പരാഗത വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത്. അത് സവർണരോടല്ല അതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിലെ ദളിതരോടും ആദിവാസികളോടുമാണ് ഇത്തരം ഒരു പരാമർശം അദ്ദേഹം നടത്തുമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇത് കേവലമായ ഒരു പരാമർശമല്ലെന്നും യാദൃശ്ചികമായ ഒരു പരാമർശമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പൊതുവെ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയത് 1050 പരാമർശങ്ങളാണ്. ഇരു വിഭാഗങ്ങൾക്ക് വരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരെ ഹിന്ദുത്വ ഭരണകൂട ശക്തികൾക്ക് നേതൃത്വം വഹിക്കുന്നവർ നടത്തിയത് 98.5% വിദ്വേഷ പ്രസംഗങ്ങളാണ്. ഇത് പുതിയ കണക്ക് മാത്രമല്ല. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കനുസരിച്ച് ഭീകരമായ രീതിയിലാണ് മുസ്ലിങ്ങൾക്കെതിരെ ഉള്ള പരാമർശങ്ങൾ, വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അതില് ആരും പിന്നല്ല, ഇവിടെ സൂചിപ്പിച്ചു, ആരിഫ് സൂചിപ്പിച്ചു, കായിക രംഗത്ത് പോലും മുസ്ലിങ്ങൾക്ക് മുൻഗണന നൽകാൻ ഉദ്ദേശിക്കുന്നു. അതിനാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ആര് വേണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കും. ഇതാരാണ് പറയുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി മെയ് 7 മധ്യപ്രദേശിലെ താറിൽ നടത്തിയ ഒരു പരാമർശമാണ്. മറ്റൊരു പരാമർശം അദ്ദേഹം നടത്തുന്നുണ്ടാണ്, ദളിതർ, ആദിവാസികൾ എന്നിവരുടെ സംവരണം മുസ്ലിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നു. ഇതാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച റാലിയില് ഹിന്ദുത്വ ഭരണകൂടത്തിന് നേതൃത്വം വഹിക്കുന്നവർ പറയുന്നത്. ഇവർ തന്നെയല്ലേ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് ദളിതർക്കും ആദിവാസികൾക്കും സംവരണം വർദ്ധിപ്പിക്കാമല്ലോ. എന്തുകൊണ്ട് സംവരണം വർദ്ധിപ്പിക്കുന്നില്ല? സ്വകാര്യ മേഖലയിലടക്കം എന്തുകൊണ്ടാണ് ദളിതർക്കും ആദിവാസികൾക്കും സംവരണം കൊടുക്കാത്തത്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർ തന്നെയല്ലേ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക വസ്തുക്കളിൽ കേവലം 121 പേര് മാത്രമാണ് ദളിതരും ആദിവാസികളും. ബാക്കിയുള്ള 1000കണക്കിന് വസ്തുക്കളിൽ സവർണരാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന വിദ്വേഷ വിത്തുകൾ പാകുന്നവർക്ക് ദളിതരോടും ആദിവാസികളോടും സ്നേഹമില്ലാത്തതും? അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ദളിതരുടെയും ആദിവാസികളുടെയും സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള തീർത്തും വസ്തുതാവിരുദ്ധമായ ഒരു പരാമർശം അവർ നടത്തുമായിരുന്നു. ഇനി അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഈ ഇന്ത്യൻ IIT-കളിലുള്ള ഈ സംവരണ വിരുദ്ധമായ ദളിതരെയും ആദിവാസികളെയും പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥയ്ക്കെതിരായി എന്തുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കാത്തത്? അങ്കുർ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ
97% തസ്തികൾ അധ്യാപക തസ്തികളിലും അധ്യാപകരായിട്ട് സേവനമനുഷ്ഠിക്കുന്ന സവർണരാണെന്നാണ്. എന്തുകൊണ്ട് ഇതിന് ഒരു മാറ്റം വരുത്തുന്നില്ല? അപ്പൊ വെറുതെ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളാണ് നടത്തുന്നത്. രാജ്യത്തെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ മുസ്ലിങ്ങൾ അപകടത്തിലാക്കുമെന്നാണ് പറയുന്നത്. ഇതിനെന്താണ് തെളിവ്? യാതൊരു തെളിവുമില്ലാതെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ദളിതർക്കെതിരായി, ഇന്ത്യയിൽ ആദിവാസികൾക്കെതിരായി ആരാണ് അക്രമം നടത്തുന്നത്? ഈ സവർണ ബ്രാഹ്മണ്യ ശക്തികളല്ലേ ഇന്ത്യയിൽ ദളിതർക്കും ആദിവാസികൾക്കും എതിരെ ഭീകരമായ ആക്രമണം നടത്തുന്നത്? അത് നമ്മൾ കാണണ്ടേ? നോക്കൂ, മെയ് 4-ന് കർണാടക സംസ്ഥാന BJP ഒരു മുസ്ലിം വിരുദ്ധ അനിമേറ്റഡ് വീഡിയോ പോസ്റ്റ് ചെയ്തു. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അത് നീക്കം ചെയ്യുന്നത്. അതുപോലെ മെയ് 30-ന് ഹിമാചൽ പ്രദേശില് യോഗി ആദിത്യനാഥ് നടത്തിയ പ്രചാരണ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് 17-ാം നൂറ്റാണ്ടിലെ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രതിപക്ഷ കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് ഇസ്ലാമിക നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെന്താ, രാജ്യം ഇസ്ലാമിക ഭരണത്തിന് കീഴില്ല? നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമല്ലേ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കെതിരെ അതിക്രമം നടക്കുന്നു. ഒരു ദയാദാക്ഷിണ്യമില്ലാതെ അവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റപ്പെടുന്നു. ഒരു ദയാദാക്ഷിണ്യമില്ലാതെ ബുൾഡോസർ കൊണ്ട് മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ ഇടിച്ചു നിരത്തപ്പെടുന്നു. ഈ ഒരു രാജ്യത്തിരുന്നാണ് പറയുന്നത് രാജ്യത്ത് ഇസ്ലാമിക നിയമമാണ് നിലനിൽക്കുന്നത്. ഭാരതീയ ന്യായസംഹിത കൊണ്ടുവന്നു, സാക്ഷ്യ അധിനിയമം കൊണ്ടുവന്നു. ഇതെല്ലാം ആരാണ് കൊണ്ടുവന്നത്? ഇതെല്ലാം ഇപ്പോഴത്തെ ഭരണകൂട ശക്തികൾ തന്നെയല്ലേ കൊണ്ടുവന്നത്? എന്നിട്ട് അതിനെതിരായിട്ടുള്ള വസ്തുതാവിരുദ്ധമായ വാദങ്ങൾ അവതരിപ്പിക്കുക. ഇത് തീർത്തും ചരിത്രവിരുദ്ധമായ പരാമർശമാണ്. ഇത് സത്യത്തില് രേവതി ലോളിന്റെ ഒരു പുസ്തകമുണ്ട്, ദ അനാട്ടമി ഓഫ് ഹേറ്റ് എന്ന് പറയുന്ന പുസ്തകം. അവരതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഹെയ്റ്റ്, ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്.